ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം 230 രൂപ എന്നുള്ളത് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ചാടി വന്ന ഒരാളെ 80,000 രൂപ ശമ്പളത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ നിയമിച്ചത്. വിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യമാണത്ര, വിജ്ഞാന കേരളം. അപ്പൊ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഇനി കേരളം വിജ്ഞാന ഭരിതമെന്ന് നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്. നമുക്കൊന്നും വിജ്ഞാനമില്ല, അറിവുമില്ല, ഒന്നുമില്ല. അയാൾക്ക് കൊടുക്കുന്ന ശതമാനം 86,000 രൂപയാണ്. 86,000 ഹരിക്കണം 30 എന്ന് പറയുമ്പോൾ 2,666 രൂപയാണ് ആ മനുഷ്യന് ഒരു ദിവസം കിട്ടുന്ന വേതനം. ഇവിടെ കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമായ കേരളം ഇങ്ങനെയാവുന്നത് 2-3 പ്രധാനപ്പെട്ട ഇടതുപക്ഷ മനോഭാവങ്ങൾക്ക് മുൻഗണന കൊടുത്തത് കൊണ്ടാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വളരെ പ്രധാനപ്പെട്ട 2-3 പ്രധാനപ്പെട്ട ഇടതുപക്ഷ ആശയങ്ങൾക്ക് മുൻഗണന കൊടുത്തത് കൊണ്ടാണ്. 1 ആരോഗ്യം, 2 വിദ്യാഭ്യാസം, 3 ഭൂപരിഷ്കരണം. ആ ആരോഗ്യ മേഖല ഇങ്ങനെ സംരക്ഷിക്കേണ്ടതാണ്, ഇങ്ങനെ പൊതു ഇടത്തിൽ വളരെ പ്രധാനമായി നിലനിർത്തേണ്ടതാണ് എന്നുള്ള ബോധം കൊണ്ടാണ് നമ്മുടെ ആരോഗ്യരംഗം മറ്റേത് സംസ്ഥാനത്തെക്കാളും വലുതാവുന്നത്, ഏത് സംസ്ഥാനത്തെക്കാളും ശ്രേഷ്ഠമാവുന്നത്, ഫലപ്രദമാകുന്നത്, ഒരുപക്ഷെ ലോക നിലവാരം എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ആ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമായി വർത്തിക്കുന്ന ആശാ വർക്കർമാർ. അതിന്റെ ഇടയ്ക്ക് ഒരു ആശാ വർക്കർ എന്നോട് പറഞ്ഞു, ഞാൻ കണ്ണപുരം ഉള്ള ഒരാളാണ്, കണ്ണപുരത്തെയോ പാപ്പരിശ്ശേരിയിലെയോ പഴയങ്ങാടിയിലെയോ കല്യാശ്ശേരിയിലെയോ ആശാ വർക്കറാണ്. ഏത് സ്ഥലത്തെയാണ് ഞാൻ പറയില്ല, കാരണം നാളെ ചിലപ്പോൾ ആ സ്ഥിതി പുറത്താവും. എന്നോട് സംസാരിക്കുന്ന ആശാ വർക്കർമാരെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥിതി പുറത്താവും. ഇത് ഏതോ ഒരു ഗ്രാമത്തിലെന്ന് പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞു, മനസ്സുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്താണ് മാഷേ, മനസ്സുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്താണ് മാഷേ, പക്ഷേ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ശരിയാണ്, എനിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ വേദനകളും അവരുടെ ധർമ്മസങ്കടങ്ങളും നമുക്ക് മനസ്സിലാവുന്നു. ഞാനിവിടെ വന്നത് ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഉദ്ദേശ്യലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാനോ അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല. ഞാനിവിടെ വന്നത് വളരെ നേരിട്ട് പറഞ്ഞാൽ ഈ സമരത്തിന് നേരിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്, നേരിട്ട് പറയാനാണ്. അതെന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 89 ദിവസം, നാളെ 90 ദിവസമായി, 3 മാസം ഇങ്ങനെയുള്ള വലിയ സഹന സമരം ഒരു തരത്തിലും മഹാത്മാഗാന്ധി എന്ത് ചെയ്തോ, സമരങ്ങളിൽ മഹാത്മാഗാന്ധി എന്ത് ചെയ്തോ ആ രീതിയിലുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും എന്തെല്ലാം അപമാനങ്ങൾ ഉണ്ടായിട്ടും ഒരു തരത്തിലും അതിന് വഴങ്ങാതെ 90 ദിവസമായി നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി കൂത്തുപറമ്പിലെ ഐതിഹാസികമായ സമരം നടന്ന ഈ കൂത്തുപറമ്പിലെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 2 ലക്ഷം രൂപ വേണമെന്നോ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന് പ്രതിമാസം 5 ലക്ഷം രൂപ വേണമെന്നോ ഓണറേറിയമായി മാസം തോറും 3 ലക്ഷം രൂപ വേണമെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇവരാവശ്യപ്പെടുന്നത് ഈ നാട്ടിൽ നിലവിലുള്ള ഒരു നിയമം അനുസരിച്ച് ഇവർക്ക് മിനിമം വേതനം കൊടുക്കണമെന്ന് മാത്രമാണ്. അതാണ് നിഷേധിക്കപ്പെടുന്നത്. അതാണ് അടിസ്ഥാന നീതിയുടെ നിഷേധം എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാലുമാറി വന്നവരും കുതികാൽ വെട്ടുന്നവരുമായിട്ടുള്ള ആളുകളെയൊക്കെ
പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തി അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് അവർക്ക് അവർ ചോദിക്കുന്ന തരത്തിലുള്ള പാരിതോഷികങ്ങളും അതുപോലെ പ്രതിഫലവും കൊടുക്കുന്ന പരിപാടി സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതും നമുക്കറിയാം. ഞാൻ പേരുകളൊന്നും ഇവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഗവൺമെന്റ് വളരെ നഗ്നമായ ജനാധിപത്യത്തിൽ ഒരു ഭരണകൂടം അധികാരമേൽക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്. അതവർ നിഷ്പക്ഷമായി കാര്യം ചെയ്യും, അതായത് സ്വജനപക്ഷപാതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. അങ്ങനെ പ്രതിജ്ഞ ചെയ്ത ആളുകൾ നഗ്നമായ സ്വജനപക്ഷപാതം കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് വളരെ ശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമാണ്. എന്താണത്? അത് ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഉന്നതമായ മാതൃക, ശ്രേഷ്ഠമായ മാതൃകയാണ് സഹന സമരം എന്ന് പറയുന്നത്. ഈ 89 ദിവസം കൊണ്ട് വാസ്തവത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഗാന്ധിജിക്ക് ശേഷം ഈ ഗാന്ധിയൻ സഹന സമരത്തിന്റെ വളരെ ഉയർന്ന ഒരു മാതൃക ഇവര് രൂപപ്പെടുത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ സമയത്ത് ദീർഘമായി ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി പറയേണ്ടത് വാസ്തവത്തിൽ ഞാനല്ല പറയേണ്ടത്. അതിന് ഈ ജാഥയുടെ ക്യാപ്റ്റൻ നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഇതിനോടകം ഈ 90 ദിവസങ്ങളുമായി, ഇന്ന് 89 ദിവസമായി ബിന്ദുവും ബിന്ദുവിനോടൊപ്പമുള്ള മറ്റു സഹോദരിമാരും അവരുടെ നിലപാടുകളെക്കുറിച്ചും ഗവൺമെന്റ് അവരോട് കാണിക്കുന്ന അവഹേളനത്തെപ്പറ്റിയും അവഗണനയെപ്പറ്റിയും നീതി നിഷേധത്തെ പറ്റിയും നിരന്തരം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഈ സായാഹ്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഒരു തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. വളരെ അഭ്യാസങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാതൃകാപരമായും ഏറ്റവും ശക്തമായും ഏറ്റവും വ്യക്തമായും അവരുടെ ആശയങ്ങളും നിലപാടുകളും ആവശ്യങ്ങളും വിശദീകരിക്കുന്നത് ഈ ആശാ സഹോദരിമാരുടെ പ്രതിനിധികളാണ്. ബിന്ദുവിനോടൊപ്പമുള്ള ആളുകളുമാണ് എന്ന് നമ്മൾ നേരിട്ട് കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ ആ മേഖലയിലേക്ക് കടന്ന് അവര് പറയുന്ന കാര്യം അവരെക്കാൾ മോശമായി പറഞ്ഞ് അത് കുഴപ്പമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമരത്തോടൊപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളുണ്ട്. ഞാൻ ഈ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ഒരു പ്രതിനിധിയാണ്. ഗാന്ധി മാർഗ പ്രവർത്തകനാണ്. ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ കൊച്ചിൻ കേന്ദ്രത്തിന്റെ ചെയർമാനാണ്. ഈ സംഘടനകളുടെ എല്ലാം ഐക്യദാർഢ്യവും ശക്തമായ പിന്തുണയും പങ്കാളിത്തവും ഈ സമരത്തിനുണ്ട്. കാരണം ആളുകൾ പറയും ഇത് എന്ന് അവസാനിപ്പിക്കാൻ പറ്റും, ഈ സമരം വിജയിക്കുമോ എന്നോട് പലപ്പോഴും പല വേദികളിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ആളുകളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി വളരെ വേദനയോടുകൂടിയും സമരത്തെ ഉറ്റുനോക്കുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ സർക്കാർ ഇവർ ചോദിക്കുന്ന ആനുകൂല്യം നൽകുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഈ സമരത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡമായി മാറിയിരിക്കുന്നത്. മുടങ്ങിയിടാതെ തരുമെന്ന് പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രി നിങ്ങളുടെ വാക്ക് പാഴ്വാക്കാണോ? നിങ്ങളുടെ വാക്ക് പാഴ്വാക്കാണോ? സമരം സിന്ദാബാദ്, അതിജീവന സമരം സിന്ദാബാദ്, സമരം സമരം ജീവിത സമരം, ആശമാരുടെ ജീവിത സമരം,
മുടങ്ങിയിടാതെ തരുമെന്ന് പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രി നിങ്ങളുടെ വാക്ക് പാഴ്വാക്കാണോ? ആരോഗ്യ കേരള പുരസ്കാരത്തിന് പണിയെടുക്കുന്ന ആശമാർക്ക് കൂലി നൽകാൻ മടിയാണോ? എന്റെ ആശമാർ എന്ന് വിളിച്ചാൽ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പട്ടിണി മാറില്ല. ഡ്യൂട്ടി എല്ലാം ചെയ്തിട്ട് യോഗമെല്ലാം കൂടിയിട്ട് റിപ്പോർട്ടെല്ലാം വെച്ചിട്ട് ഓണറേറിയം തന്നില്ലെങ്കിൽ അരിയും തുണിയും വാങ്ങിയിടാൻ മരുന്ന് വാങ്ങാൻ വണ്ടി കാശിന് ഞങ്ങൾ ഇറങ്ങി തെണ്ടണമെന്നോ? അടിമകളല്ല, അടിയാളല്ല. ഇനിമേൽ അടിമ പണി ചെയ്യാൻ ആശമാരെ കിട്ടില്ല. സമരം സമരം ജീവിത സമരം, ആശമാരുടെ ജീവിത സമരം. ചെയ്യും ജോലിക്ക് കൂലി കിട്ടാൻ, അന്തസ്സായി ജീവിക്കാൻ ആശമാരുടെ ജീവിത സമരം. തന്നെ തീരൂ, തന്നെ തീരൂ. ഓണറേറിയം തന്നെ തീരൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വരുന്നത് വലിയ ഒരു ഗതികേടാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 89 ദിവസമായി വളരെ കൃത്യമായി ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് വളരെ ജനാധിപത്യപരമായി നമ്മളൊരു സമരം നടത്തി വരികയാണ്. ആ സമരത്തെക്കുറിച്ച് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന്റെ പൊതുസമൂഹം ഈ സമരത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം 89 ദിവസമായി ഞങ്ങൾ ഈ സമരമുഖത്തിരിക്കുമ്പോൾ ആശാവർക്കർമാരുടെ ഈ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് 100% ശരിയാണെന്ന് ഉള്ളിൽ തട്ടി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ പൊതുമനസാക്ഷി സമരത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷ പദവി അലങ്കരിച്ച ശ്രീമതി അനിതകുമാരി നമ്മുടെ സംഘടനയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളാണ്. ഞങ്ങൾ ഈ സമരമുഖത്ത് വന്ന് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും അതുപോലെ നിൽക്കുകയാണ്. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ഗവൺമെന്റ് അതിനുള്ള മടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു അവസരം നൽകുന്നില്ല. ഓരോ തവണ ചർച്ച ചെയ്യുമ്പോഴും പറയുന്നത് എന്റെ ആശാ വർക്കർമാർ, ഞാൻ അവരെ ചേർത്ത് പിടിക്കുന്നു. 3 മാസത്തെ ഓണറേറിയമാണ് കുടിശ്ശികയായിരിക്കുന്നത്. ഫെബ്രുവരി മാസം 10-ാം തീയതി ഞങ്ങൾ സമരം ആരംഭിച്ചു. ആ 10-ാം തീയതി വരെ സമരമുഖത്തിരുന്ന കേരളത്തിലെ മുഴുവൻ ആശമാരും ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ലെപ്രസിയുടെ സർവേ നടക്കുന്നത്, കുഷ്ഠരോഗ നിർമ്മാർജ്ജനം, അശ്വമേധം 2ാം ഘട്ടത്തിന്റെ വളരെ വ്യാപകമായ സർവേ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വാർഡിലെയും 600-700 കുടുംബങ്ങളെ ഏതാണ്ട് 2500ഓളം അല്ലെങ്കിൽ 3000ഓളം വരുന്ന ആളുകളുടെ അവരുടെ ലെപ്രസി, അവർക്ക് കുഷ്ഠരോഗമുണ്ടോ എന്ന വീട് കയറിയുള്ള പരിശോധന കേവലം 10 ദിവസം കൊണ്ട് നടപ്പിലാക്കണമെന്ന് ഉത്തരവിട്ട ആളുകളാണ് ഈ അധികാരികൾ. അതിനുവേണ്ടി മരണപ്പാച്ചിൽ നടത്തി അത് ചെയ്ത് തീർത്തിട്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് വന്നത്. അപ്പൊ അത്രയും ദിവസത്തെ ശമ്പളം ഈ നിമിഷം വരെ തന്നിട്ടില്ല. 4 തവണ ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ അത് ആവശ്യപ്പെട്ടു. ഈ NHMന്റെ ഡയറക്ടറേറ്റിൽ കൊണ്ട് പരാതി കൊടുത്തു, ആരോഗ്യ മന്ത്രിക്ക് കൊടുത്തു, ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് കൊടുത്തു. എല്ലാ ദിവസവും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും. ഇങ്ങനെ 2 ദിവസം പറഞ്ഞു തുടങ്ങിയിട്ട് 89 ദിവസം ആകുകയാണ്. അപ്പോൾ ഇതല്ലേ യാഥാർത്ഥ്യം? അത് കഴിഞ്ഞു മാർച്ച് മാസത്തെ ഓണറേറിയം എവിടെ? 5-ാം തീയതിക്കുള്ളിൽ അതത് മാസം നൽകണമെന്ന് പറഞ്ഞ് മാർച്ചും കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞ് ഇന്ന് മെയ് മാസം 9-ാം തീയതി ആയിരിക്കുന്നു. എന്തുകൊണ്ട് ആശാവർക്കർമാർക്ക് അവർക്ക് ലഭിക്കുമെന്ന് പറയുന്ന വേതനം പോലും നൽകുന്നില്ല? ഇത് അന്വേഷിക്കണ്ടേ? ആരാണ് അന്വേഷിക്കുന്നത്? ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ JPHന്മാരുടെ സംഘടന സംസ്ഥാന കമ്മിറ്റി ചേർന്ന് യോഗം ചേർന്ന് അവർ ഒരു പത്രപ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറക്കേണ്ട എന്താണ്? ഇവിടെ സൂചിപ്പിച്ചു, ശ്രീമതി ബീന സൂചിപ്പിച്ചു, EC-MAN എന്ന് പറയുന്നൊരു പോർട്ടലിലൂടെയാണ് ആശമാരുടെ ശമ്പളം എൻട്രി ചെയ്യുന്നത്. അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം 6000 രൂപ ഓണറേറിയമായിരുന്ന സമയത്ത് വരുത്തിയ ഭേദഗതിയാണുള്ളത്.
അത് വെച്ചുകൊണ്ട് 7,000 രൂപ ആയിരിക്കുന്നതും ഇപ്പോൾ മാനദണ്ഡങ്ങൾ പിൻവലിച്ചതുമായത് വെച്ചുകൊണ്ട് അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ആശമാർ ശമ്പളം ചോദിക്കുമ്പോ, കുടിശ്ശിക ചോദിക്കുമ്പോ JPHന്മാർക്കെതിരെ യുദ്ധം തിരിച്ചുവിടുകയാണ്. നിങ്ങൾ പരസ്പരം അടിച്ചോളൂ, നിങ്ങൾ അതത് സെന്ററുകളിൽ PHSകൾ JPHന്മാരുമായി നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോളൂ, സർക്കാർ മാറി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ JPHന്മാരുടെ സംഘടന പ്രസ്താവിച്ചതുപോലെ ഇത് സമ്പൂർണമായൊരു പരാജയമായി മാറിയിരിക്കുന്നു. ആശമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള യാതൊരു സംവിധാനവും ഇതിനകത്ത് ഒരുക്കിയിട്ടില്ല. സാധാരണഗതിയിൽ കൈകൊണ്ട് എഴുതി ഓരോ ബില്ല് പാസ്സാക്കിയിരുന്ന കാലത്തുനിന്ന് മാറി ഇന്ന് കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എത്ര വേഗതയിലാണ് നടക്കേണ്ടത്. പക്ഷേ കമ്പ്യൂട്ടറിലേക്ക് വന്നപ്പോൾ മാസങ്ങൾ പിന്നിടുകയാണ്, ഒരു നടപടിയുമില്ല. അപ്പോൾ ആശാവർക്കർമാർക്ക് പണം കൊടുത്തില്ലെങ്കിലും ശമ്പളം കൊടുത്തില്ലെങ്കിലും പട്ടിണി കിടന്നിട്ടാണെങ്കിലും അവനെ വിരട്ടി പണിയെടുപ്പിക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പും സർക്കാരും ഇന്നിപ്പോൾ NHM ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അവസ്ഥ മാറണം. കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, വളരെ പ്രശസ്തമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 തവണ തീപിടുത്തമുണ്ടായി. എന്ത് നടപടിയെടുക്കുന്നു? അത് തടയാൻ ഈ കേരളത്തിലെ എവിടെയെങ്കിലും ആശുപത്രികൾ എന്തെങ്കിലും സംവിധാനമുണ്ടോ? വെന്റിലേറ്ററിൽ കിടന്ന ആളുകളെ അടക്കം എടുത്തുകൊണ്ട് ഓടേണ്ടുന്ന സാഹചര്യം. ആളുകൾ മരിച്ചു വീഴുകയാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്ന ആശുപത്രികളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ എടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന വളരെ വിചിത്രമായ കാഴ്ച കാണുന്നു. പട്ടി കടിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഈ കേരളത്തിൽ. പേവിഷ വാക്സിൻ എടുക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യം? പേവിഷ ബാധയ്ക്കെതിരെയുള്ള വാക്സിൻ എടുക്കാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് പേവിഷ ബാധയേറ്റ് മരിക്കാറുണ്ട്. കാരണം പട്ടിയോ പൂച്ചയോ വീട്ടിലെ ചെറിയ അതുപോലുള്ള കാര്യങ്ങളൊന്ന് മാന്തിയാൽ, നമ്മളെ ഒന്ന് സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന പോറലൊക്കെ കണ്ടാൽ അതിനൊന്നും ചികിത്സ തേടേണ്ടല്ലോ ജനങ്ങൾ വിചാരിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പട്ടി കടിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചെന്ന് അതിന് ചികിത്സ തേടിയിട്ട് വാക്സിൻ എടുത്തിട്ടും കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചിട്ടും എന്ത് നടപടിയെടുക്കുന്നു? ഇങ്ങനെ ചോദിച്ചാൽ ആരോഗ്യ വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആശാവർക്കർമാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം, അത് ആശാവർക്കർമാരുടെ വേതന വർധനവിനപ്പുറത്തേക്ക് ഈ ആരോഗ്യ രംഗം സംരക്ഷിക്കുവാനുള്ള ഒരു ശക്തമായ പ്രക്ഷോഭമാണ്. ഞങ്ങൾ ആലോചിക്കുകയാണ്, ഇന്നിപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ സംഘടനയുമായി ആലോചിച്ചുകൊണ്ട് അവരുമായി ചേർന്ന് പോലും ഒരു സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഓരോരോ വിഭാഗത്തെയായിട്ട് ഇവർ അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നം നടന്നാൽ ആരോഗ്യമന്ത്രി നേരെ ചെല്ലുന്നു, ഒരു അന്വേഷണവുമില്ല, ആശുപത്രി സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഒരു രോഗി വന്ന് ഒരു ഡോക്ടറെ കുറിച്ച് ഒരു പരാതി പറഞ്ഞാൽ ആ പരാതിയിൽ ന്യായമുണ്ടോ അന്യായമാണോ എന്ന് പരിശോധിക്കാതെ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്നു, നഴ്സുമാരെ സസ്പെൻഡ് ചെയ്യുന്നു, ആരോഗ്യ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണോ ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ? അപ്പോൾ സമ്പൂർണ്ണ പരാജയം. നമ്മൾ എത്ര ചർച്ചകൾ നടത്തി, അങ്ങേറ്റം ധാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും കൂടി ആണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ഞങ്ങൾ ആശമാരെ ചേർത്ത് പിടിക്കുന്നു. പറഞ്ഞില്ലേ, ആശമാരെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ചേർത്ത് പിടിച്ച് ആശമാർക്കിപ്പോ നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. ആശമാർക്ക് നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം കരിഞ്ഞ പട്ടിണിയാണ്. നിങ്ങൾ ആ സമരപ്പന്തലിലേക്ക് നോക്കണം. സമരം തുടങ്ങുമ്പോൾ ആശമാർ പറഞ്ഞു, സമരപ്പന്തലിൽ വന്നാൽ അവിടെ കഞ്ഞിയെങ്കിലും കിട്ടും, സമരമുഖത്ത് നിന്ന് കഞ്ഞി കിട്ടും, നിങ്ങൾ വീടുകളിലേക്ക് പോകണം. എന്തുകൊണ്ട് ഈ 18 വർഷമായി പണിയെടുക്കുന്ന ആശാവർക്കർമാർ ഇങ്ങനെ ജീവിത പ്രയാസങ്ങൾ പറയുമ്പോ എന്തുകൊണ്ടൊരു മിന്നൽ പരിശോധന ആരോഗ്യവകുപ്പ് നടത്തട്ടെ? ആശാവർക്കർമാരുടെ വീടുകൾ എങ്ങനെ കഴിയുന്നു അവരൊരു മിന്നൽ പരിശോധന നടത്തട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ചെല്ലണം ഓരോ വീടിന്റെയും അവസ്ഥ. മാധ്യമങ്ങൾ നിരവധി വീടുകളിൽ പോയി മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ കാണുന്നതെല്ലാം ഒരേപോലുള്ള കാഴ്ചകൾ. എന്തുകൊണ്ട്? പകലന്തിയോളം പണിയെടുത്തിട്ട് രാത്രി മുഴുവൻ ഇത് റിപ്പോർട്ട് എഴുതിയിട്ട് സമയാസമയം കൊണ്ടു കൊടുത്തിട്ടും ഒരു നടപടിയുമില്ല. കൂലി തരില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 3 മാസത്തെ കുടിശ്ശിക അടിയന്തരമായി നൽകണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സമരം വളരെ പെട്ടെന്നാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. കാരണം ഓരോ ദിവസവും വെയിറ്റ് ചെയ്യാണ്. ഇന്ന് വരും, നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആശമാർ ഞങ്ങളത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ സമരം പൊടുന്നനെ എടുക്കാൻ നിർബന്ധിതമായത്. അങ്ങനെ അത് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൂടെ ആളുകൾക്ക് അറിയിപ്പ് കൊടുത്തപ്പോൾ ആ അറിയിപ്പ് കണ്ടിട്ടിപ്പോ ധനകാര്യ വകുപ്പ് പാസ്സാക്കിയിരിക്കുകയാണ്. ഏതൊക്കെയെന്ന് അറിയണ്ടേ?
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മാർച്ച് മാസത്തേതും ഈ സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിലേത് പാസ്സാക്കിക്കൊണ്ട് ഇന്നലെ ഉത്തരവിറങ്ങി. ആ ഉത്തരവിറങ്ങിയാൽ പണം വരുമോ? പണം വരില്ല. ഇനിയും എടുക്കും, ഒരു മാസം ഇനിയും എടുക്കും. ആ ഉത്തരവ് അവിടെ ഇറങ്ങിയാൽ ഇനി NHM-ൽ നിന്ന് അവർ കൊടുക്കണം. ഓരോ മാസവും ആശയ്ക്ക് കൊടുക്കാനുള്ള തുക എത്രയാണ് ആവശ്യമെന്ന് ഇവിടെ നിന്ന് ചെല്ലണം. പിന്നെ അത് അവിടെ നിന്ന് പാസ്സാക്കണം. ആ പാസ്സാക്കിയ എമൗണ്ട് പിന്നെ ട്രഷറിയിലേക്ക് വരണം. ട്രഷറിയിലെ എല്ലാ നിയന്ത്രണങ്ങളും നിലനിൽക്കുമ്പോ ഏറ്റവും അവസാനത്തെ പരിഗണനയെ ആശാവർക്കർമാരുടെ വേതനം ട്രഷറിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ റിലീസ് ചെയ്യുന്നത് പിന്നെ സംസ്ഥാന ബാങ്കിലേക്ക്, ജില്ലാ ബാങ്കുകളിലേക്കൊക്കെ വരുമ്പോ 2-3 ആഴ്ച എടുക്കും മിനിമം. അതുവരെ എന്ത് ചെയ്യണം? അതുവരെ ഈ പാവപ്പെട്ട സ്ത്രീകൾ എന്ത് ചെയ്യണം? ഈ ഗവൺമെന്റ് പറയുന്നുണ്ടോ? ഞങ്ങൾ സമരമുഖത്ത് വരുമ്പോ ആവശ്യപ്പെട്ടു, നിങ്ങൾ വണ്ടിക്കൂലി കൊടുക്കുന്നുണ്ടോ? 100 രൂപയെങ്കിലും പ്രതിദിനം വണ്ടിക്കൂലി ഇനത്തിൽ ചെലവാക്കണം. ആര് കൊടുക്കും? എന്തെങ്കിലും സൗജന്യമുണ്ടോ? യാത്രയ്ക്ക് സൗജന്യമുണ്ടോ? ഒരു സൗജന്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമരം എന്ന് പറയുന്നത് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ഓരോ ദിവസവും കടന്നു പോകുവാൻ. കുട്ടികൾക്ക് സ്കൂൾ തുറക്കാൻ പോവുകയാണ്. നമുക്കറിയാം, എല്ലാ സ്കൂളുകളിലും ഈ മെയ് മാസം തുടങ്ങുമ്പോഴാണ് കുട്ടികളുടെ ഫീസ് അടയ്ക്കുവാനും അവർക്ക് യൂണിഫോമും പുസ്തകവും വാങ്ങാനുള്ള സമയം. ആര് തരും പണം? മാസങ്ങളോളം വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് ഈ വാടക കൊടുക്കാൻ എങ്ങനെ സാധിക്കും? നമ്മൾ വാടക വീട്ടുടമസ്ഥരോട് സ്ത്രീകൾക്ക് എത്ര കാലം യാചിക്കാൻ പറ്റും? ഞങ്ങൾക്ക് അവധി വേണമെന്ന് ആ വീട്ടുടമസ്ഥരോട് എത്ര കാലം പോയി യാചിക്കാൻ പറ്റും? ഇങ്ങനെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് പോകുമ്പോ അത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇന്നലെ ധനവകുപ്പ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിയന്തര സന്ദർഭം, സാഹചര്യം നിങ്ങൾ സംജാതമാക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആശാവർക്കർമാരോട് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയല്ല വേണ്ടുന്നത്. ഇത് കോവിഡ് പോരാളികളാണ്, കാവൽ മാലാഖമാരെന്ന് പറയുന്നു. നിങ്ങൾ കാൽനട പോരാളികൾ എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്നു. പക്ഷേ ഈ ആരോഗ്യ രംഗത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥകളെ ചെറുക്കുവാൻ, അതിനെ പരിഹരിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരെ ഇനിയും നിങ്ങൾ വെയിലത്തും മഴയത്തും ഇരുത്താതെ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ 3 മാസത്തെ വേതന കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ പ്രതിഷേധ മാർച്ച് ഇതൊരു പ്രതീകം മാത്രമാണ്. കേരളത്തിലെ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്ന രാപ്പകൽ സമരയാത്ര, അത് കാസർഗോഡ് ജില്ലയിൽ 2 ദിവസം 8 സ്ഥലങ്ങൾ പിന്നിട്ടുകൊണ്ട് രാത്രികാലങ്ങളിൽ ആശാവർക്കർമാർ തെരുവിലിറങ്ങിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇന്ന് കണ്ണൂർ ജില്ലയിൽ അവസാനിക്കുകയാണ്. നാളെ വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് മലപ്പുറം, കോഴിക്കോടും തൃശ്ശൂരും തുടങ്ങി 14 ജില്ലകളിലും പിന്നിട്ടുകൊണ്ട് അവസാനം ഈ ജൂൺ 17-ാം തീയതി തലസ്ഥാനത്തേക്ക് മഹാറാലിയെ എത്തിച്ചേരുകയാണ്. നമ്മൾ പോകുന്നിടത്തെല്ലാം ആളുകൾ വഴിയോരങ്ങളിൽ കാത്തുനിന്ന് ഈ സമരയാത്രയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ മുഖത്തിരിച്ചു നിന്നാലും കേരളത്തിന്റെ മനസാക്ഷി മണിക്കൂറുകൾ കാത്തുനിന്ന് ആ സമരയാത്രയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആരോഗ്യ വകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്യായത്തിനെതിരെ, ആശാവർക്കർമാരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ഈ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നടത്തുകയാണ്. ഇത് കേരളത്തിലെ 26,125 ആശമാർക്കും വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനെ അറിയിക്കുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ.